നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ദിനം 1201 കർക്കിടക മാസം 27-ാം തീയതി ബുധനാഴ്ച, അതായത് 2026 ഓഗസ്റ്റ് മാസം 12-ാം തീയതി. ഇന്ന് ബുധനാഴ്ച. രാഹുകാലം നിങ്ങൾക്കറിയാം, 12 മുതൽ 1:30 വരെയുള്ള സമയം. ഇന്നത്തെ സൂര്യോദയം തൃശ്ശൂർ കാലത്ത് 6:18, അസ്തമയം വൈകിട്ട് 6:41. ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകത എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊക്കെ തന്നെ അറിയാം. ഇന്ന് അമാവാസിയാണ്, കർക്കിടക മാസത്തിലെ അമാവാസിയാണ്. എന്താണ് ദിനത്തിൻ്റെ പ്രത്യേകത? ഇന്ന് പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 12 മാസങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട കർക്കിടക മാസത്തിലെ അമാവാസിയാണ്, കറുത്ത വാവാണ്. ഇന്നാണ് പിതൃക്കളുടെ ദിനം. ഇപ്രകാരം 12 മാസങ്ങളിൽ 3 മാസമാണ് പിതൃകർമ്മവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഒന്ന് കർക്കിടക മാസത്തിലെ ഇന്ന് വരുന്ന അമാവാസി ദിനം, മറ്റൊന്നെന്താണ് തുലാമാസത്തിലെ അമാവാസി, മറ്റൊന്ന് കുംഭമാസത്തിലെ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അമാവാസി. അതിനാൽ പിതൃകർമ്മങ്ങൾ ചെയ്യണം. പിതൃകർമ്മങ്ങൾ ഓരോ ഹൈന്ദവൻ്റെയും ധർമ്മമാണ്, അവകാശമാണ് ചെയ്യേണ്ടത്. അബ്ദദീക്ഷാദി ലോപേന പ്രേതായാത പിശാചിതം സ്വജനാൻ ബാധമാനസ്തെ ചരന്തീതിഖലു സ്മൃതി. ഇപ്രകാരം പറയപ്പെടുന്നു പുരാണങ്ങളിൽ. അബ്ദം വാർഷികമായി ആഘോഷിക്കേണ്ട ബലികർമ്മങ്ങൾ, ശ്രാദ്ധങ്ങൾ, ദീക്ഷ മുതലായവ അനുഷ്ഠിക്കാത്ത അവസരത്തിൽ തങ്ങളുടെ പിതൃക്കൾ എന്തു ചെയ്യുന്നു? പൈശാചികത പൂണ്ട് സ്വന്തം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു, ഉപദ്രവിക്കുന്നു എന്നാണ് ശ്ലോകത്തിൻ്റെ സാരം. അതിനാൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവർ തങ്ങളുടെ പിതൃക്കളുടെ 3 ജന്മത്തിലുള്ള പിതൃക്കൾക്ക് വേണ്ടുന്ന എല്ലാ കർമ്മങ്ങളും ചെയ്ത്, ഏറ്റവും ചുരുങ്ങിയത് 3 തലമുറകൾക്ക് വേണ്ടുന്ന കർമ്മങ്ങളൊക്കെ ചെയ്ത്, പ്രേതക്രിയകളൊക്കെ ചെയ്ത് ഇന്നത്തെ ദിനത്തെ ധന്യമാക്കണം. ഇന്ന് പിതൃകർമ്മം കാലത്ത് മുതൽ അനുഷ്ഠിക്കാം. ഞാൻ എൻ്റെ ഗുരുനാഥൻ്റെ കൂടെ പോയി 5 മണിക്കാണ് പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് 7:59 വരെ പൂയം നക്ഷത്രമാണ് കാലത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ ആയില്യം നക്ഷത്രമാണ്. എത്ര വരെ നമുക്ക് ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കാം? മധ്യാഹ്നം വരെ. സൂര്യന ശക്തമായ ആകാശത്ത് നിൽക്കുന്ന മധ്യാഹ്ന സമയം ഒരു 12:30 സമയം വരെ, 12-12:30 1 മണിക്ക് മുമ്പേയുള്ള സമയമാണ് ഏറ്റവും നല്ലതെന്ന് അറിയുക. കറുത്ത വാവ് അമാവാസി വൈകിട്ട് രാത്രി വരെയുണ്ട്, 8 മണി വരെയുണ്ട്. പക്ഷേ എങ്കിലും പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഇന്ന് ഏറ്റവും നല്ല സമയം എപ്പോഴാണ്? ഇന്ന് കാലത്തുള്ള മധ്യാഹ്നത്തിന് മുന്നുള്ള സമയമാണ്. വൈകിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തങ്ങളുടെ പിതൃക്കൾക്ക് എന്ത് ചെയ്യാം? കൊടുക്ക എന്ന് പറയും വടക്കൻ മലബാറിൽ. കൊടുക്ക കർമ്മങ്ങളൊക്കെ ആചരിച്ച് പിതൃക്കളുടെ അനുഗ്രഹം വാങ്ങാം. ആയില്യം നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ബുധനാണ്. ബുധനെ കൊണ്ടാണ് ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, പരശുരാമൻ മുതലായ അവതാര ദൈവങ്ങളെ ചിന്തിക്കുക. അതിനാൽ എൻ്റെ ഒരു വിലയേറിയൊരു സജഷൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് 8 മണി മുതൽ 12:30 വരെയുള്ള ആ 4.5 മണിക്കൂർ സമയം വളരെ അനുകൂലമായി സ്വീകരിക്കാം. കാരണം ബുധൻ ആയില്യം നക്ഷത്രമാണ്, ഭരിക്കുന്ന ഗ്രഹം ബുധനാണ്. ബുധനെ കൊണ്ട് ശ്രീരാമനെ ചിന്തിക്കാം. നമുക്ക് ബലികർമ്മങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ദേവതയാണ് ശ്രീരാമസ്വാമി. അപ്രകാരം തിരുവനന്തപുരം പരശുരാമസ്വാമി, തളിപ്പറമ്പ് തൃച്ചംബര ക്ഷേത്രം ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. അതിനാൽ അവതാര ദൈവങ്ങളുടെ വൈഷ്ണവ കലയുള്ള 10 ദൈവങ്ങൾ, ദ ഇൻകാർണേഷൻ ഓഫ് ലോർഡ് വിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളുടെ സങ്കേതങ്ങളിൽ പിതൃകർമ്മം ചെയ്യുന്നത് വളരെ വിശേഷമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അതിനാൽ ഇന്നത്തെ ദിനം മേൽപ്പറഞ്ഞ സമയം ഏറ്റവും അനുകൂലമാക്കി എടുക്കുക. അപ്രകാരം തന്നെ കാലത്താണെങ്കിൽ ശിവക്ഷേത്രത്തിൽ ശിവസന്നിധിയിൽ ചെയ്യുന്ന പൂയം നക്ഷത്രമാണ്. നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ശനിയാണ്. ശനിയെ കൊണ്ട് നമുക്ക് ശിവനെ ചിന്തിക്കാം. അതിനാൽ അപ്രകാരമുള്ള ക്ഷേത്രങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാം? ശൈവേറ്റ് ഗോഡ്സ്, ശിവസംബന്ധമായ ദൈവങ്ങളാണ്. ശാസ്താവ്, അയ്യപ്പൻ, വേട്ടക്കാരനൊക്കെ തന്നെ. അതിനാൽ അപ്രകാരമുള്ള ക്ഷേത്രങ്ങളിലും നിങ്ങൾക്ക് വളരെ സുഖമായി ബലികർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുക, പിതൃക്കളുടെ അനുഗ്രഹങ്ങൾ വാങ്ങുക. പ്രീത പ്രേതാസ്ത്വമീബിർ വിദദതി സകലാഹ സമ്പദ സന്തതി എന്നാണ് പ്രമാണം. സന്തുഷ്ടരായ പ്രേതങ്ങൾ തനിക്കും തൻ്റെ തലമുറക്കും സന്താന പരമ്പരകൾക്കും എല്ലാ സൗഭാഗ്യങ്ങളും തരുന്ന ഉത്തമമായ ഹൈന്ദവ വിശ്വാസം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ല ഒരു ഇന്നത്തെ ദിനം പിതൃകർമ്മങ്ങൾ അനുഷ്ഠിച്ച് എല്ലാം മുന്നോട്ട് നീങ്ങാനുള്ള അനുകൂലമായൊരു അന്തരീക്ഷം സംജാതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.